Welcome back to 22nd day of CBSE Maths Crash Class conducted by Archana Study Center. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സർക്കിൾസിലെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ്. ബോർഡ് എക്സാമിന് വരാൻ സാധ്യതയുള്ള പ്രോബബിൾ ആയ ചില മെത്തേഡ്സ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. ടു സർക്കുലർ ബീഡ്സ് ഓഫ് ഡിഫറെന്റ് സൈസസ് ആർ ജോയിൻ ടുഗദർ സച്ച് ദാറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദെയർ സെന്റേഴ്സ് ഈസ് 14 centimeter. The sum of their areas is 130 pi centimeter square. Find the radius of each other. ക്വസ്റ്റ്യൻ നന്നായി വായിക്കുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? രണ്ട് സർക്കിൾസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. രണ്ട് സർക്കിൾസിന്റെ സെന്റേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ലൈനിന്റെ ലെങ്ത് 14 centimeter ആണ്. അതുവരുടെ രണ്ട് സർക്കിൾസിന്റെയും ഏരിയാസ് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 130 pi centimeter square ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ റേഡിയസുകൾ R1 ഉം R2 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫിഗർ നോക്കാം. R1 ആണ് ഈ സർക്കിളിന്റെ റേഡിയസ്, R2 ആണ് സെക്കൻഡ് സർക്കിളിന്റെ റേഡിയസ്. ഈ രണ്ട് സെന്റേഴ്സ് ജോയിൻ ചെയ്യുന്ന ലൈൻ O ബാറിന്റെ ലെങ്ത് ആണ് അവർ തന്നിരിക്കുന്ന 14 centimeter. തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് എടുത്തെഴുതാം അല്ലെ. അപ്പോ തന്നിരിക്കുന്നത് R1 plus R2 equal to 14 centimeter എന്നാണ്. പിന്നെ തന്നിരിക്കുന്നത് ഇവരുടെ ഏരിയാസിന്റെ സമ്മ് 130 pi centimeter square ആണ്. അപ്പൊ ഏരിയ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? സർക്കിളിന്റെ ഏരിയ എന്താണ്? പൈ ആർ സ്ക്വയർ ആണ് അല്ലെ. രണ്ട് സർക്കിളിന്റെ പൈ R1 സ്ക്വയർ ഉണ്ട്, പൈ R2 സ്ക്വയർ ഉണ്ട്. ഇവരുടെ സമ്മ് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 130 pi ആണെന്ന് എഴുതാം. അതൊന്ന് നമുക്ക് മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാം. പൈ R1 സ്ക്വയർ പൈ R2 സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? 130 pi തന്നിട്ടുണ്ട്. ഓക്കെ, പൈ കോമൺ എടുക്കാം. R1 square plus R2 square equal to 130 pi വരും. ഓക്കെ, രണ്ട് സൈഡിലും പൈ കട്ടായി പോകും. അപ്പൊ എന്ത് കിട്ടും? R1 square plus R2 square is equal to 130 കിട്ടും. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഒരു ഇക്വേഷൻ അറിയാം അല്ലെ. എന്താണ്? A plus B whole square is equal to A square plus B square minus plus 2AB. ഈ ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ A minus B whole square is equal to A square plus B square minus 2AB എന്നറിയാം. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ അതായത് R1 plus R2 അറിയാം, R1 square plus R2 square അറിയാം. ഇനി നമുക്ക് ഈ R1 R2യും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഇക്വേറ്റ് ചെയ്യാൻ സാധിക്കും. ആഡ് ചെയ്തോ സബ്ട്രാക്ട് ചെയ്തോ R1 R2 കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ആ മെത്തേഡ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. എല്ലാത്തിനും ഒരേ മെത്തേഡ് തന്നെയാണ്. അപ്പൊ അതൊന്ന് നോക്കി നോക്കാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് R1 plus R2 whole square is equal to, അതായത് A plus B whole square പോലെ എന്തെഴുതാം നമുക്ക്? R1 square plus R2 square plus 2R1 R2 ഇങ്ങനെ ഒരു ഇക്വേഷൻ ആയിട്ട് കിട്ടും. അപ്പൊ ഇതിൽ രണ്ടെണ്ണം അറിയാം. R1 plus R2 നമുക്കറിയാം 14 ആണെന്ന്. R1 square plus R2 square എന്താണെന്നറിയാം? 130 ആണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. 14 square is equal to 130 plus 2R1 R2 കിട്ടും. ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടും? R1 to R1 R2 എത്രയാന്ന് കിട്ടും അല്ലെ. 2R1 R2 is equal to 14 square minus 130 ആണ്. അപ്പോ അതിന് ഇത് 14 square എന്ന് പറയുന്നത് നമുക്കറിയാം 196 ആണ്, മൈനസ് 130. അപ്പൊ നമുക്ക് എന്താണ് ആൻസർ വരിക? 2R1 R2 എന്ന് പറയുന്നത് 66 ആയിട്ടാണ് നമുക്ക് വരുന്നത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ ഇത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്തത് എന്താണ്? R1 minus R2 square എത്രയാണെന്ന് നോക്കാം. ഓക്കെ, this is equal to R1 square plus R2 square minus 2R1 R2 അല്ലെ. ഈ സൈഡ് നമുക്ക് എത്രയാന്ന് നോക്കാം. R1 square plus R2 square എന്താണ്? 130 ആണ് അല്ലെ. 130 minus 66 വരും അല്ലെ. 130 minus 66 എന്താ വരുന്നത്? നമുക്ക് 64 വരും. 64 ആണ് വരുന്നത്. ദാറ്റ് ഈസ് R1 minus R2. അപ്പൊ എന്തായിരിക്കും വരും? √64 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 8. ഇനി നമുക്ക് എന്തറിയാം? R1 plus R2 എത്രയാണെന്ന് അറിയാം അല്ലെ. R1 plus R2 is equal to ഒന്നുകൂടി എഴുതാണ് 14. ഇനി ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ. ഈ R2 നമുക്ക് ക്യാൻസൽ ആയിപ്പോ അല്ലെ. പിന്നെ എന്താ വരുന്നത്? 2R1 equal to എന്ത് വരും? 22 വരും. 14 plus 8 എന്താണ് വരുന്നത്? 22 വരും അല്ലെ. 2R1 equal to 22 കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് അതിന് എന്ത് എഴുതാം? R1 equal to 11 എന്ന് എഴുതാൻ പറ്റും. 11 centimeter. ഓക്കെ, നമുക്കറിയാം R1 plus R2 14 ആണ്. അപ്പൊ നമുക്ക് അതൊന്ന് എഴുതാലോ. R2 is equal to 14 minus 11 എഴുതും. That is equal to 3 centimeter.
അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ മെത്തേഡാണ് നമുക്ക് ഫോളോ ചെയ്യേണ്ടത്. നമുക്ക് R1 + R2 അറിയാം, R1 സ്ക്വയർ + R2 സ്ക്വയർ അറിയാം. അങ്ങനെയാണ് നമ്മൾ 2R1 കണ്ടെത്തണം. എന്നിട്ട് നമുക്ക് R1 + R2ഉം R1 - R2ഉം കിട്ടാനുള്ള ചാൻസ് നോക്കണം. ഏത് ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട്? R1 + R2 ഹോൾ സ്ക്വയർ = R1 സ്ക്വയർ + R2 സ്ക്വയർ + 2R1 എന്ന് പറഞ്ഞ ഈ ഇക്വേഷനും, പിന്നെ R1 - R2 സ്ക്വയർ = R1 സ്ക്വയർ + R2 സ്ക്വയർ - 2RB. ഈ രണ്ട് ഇക്വേഷന്റെ സഹായത്തോടെ നമ്മൾ എന്ത് എത്തണം? R1 + R2ഉം R1 - R2ഉം കണ്ടെത്തി ആഡ് ചെയ്യണം. അപ്പൊ ഈ പ്രൊസീജിയർ നന്നായി പഠിക്കുക. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക. ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഈ ചാപ്റ്ററിന് ഏരിയ ഓഫ് എ പാത്ത് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് വളരെ കോമൺ ആയിട്ട് വരാറുണ്ട്. അപ്പൊ അത്തരം ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പാർക്ക് ഈസ് ഓഫ് എ ഷേപ്പ് ഓഫ് എ സർക്കിൾ ഓഫ് ഡയാമീറ്റർ 7 മീറ്റർ. അതായത് 7 മീറ്റർ ഡയാമീറ്ററിലുള്ള ഒരു സർക്കിൾ ഷേപ്പിലുള്ള ഒരു പാർക്ക് ഉണ്ട്. ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ എ പാത്ത് ഓഫ് വിഡ്ത്ത് 0.7. അതിന് ചുറ്റും നടക്കാൻ പറ്റുന്ന ഒരു പാത്ത് ഉണ്ട്. ആ പാത്തിന്റെ വിഡ്ത്ത് ആണ് 0.7 മീറ്റർ തന്നിരിക്കുന്നത്. ഫൈൻഡ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് സിമെന്റിങ് ദ പാത്ത്. ആ പാത്ത് സിമെന്റ് ചെയ്യാൻ എത്ര എക്സ്പെൻസ് വരും എന്നാണ് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇഫ് ദ കോസ്റ്റ് ഈസ് ₹110 per square meter. ഒരു സ്ക്വയർ മീറ്ററിന് 110 rupees ആണെങ്കിൽ, അപ്പൊ നമുക്ക് ഒരു സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? ശരിക്ക് ഏരിയ ഓഫ് ദാറ്റ് പാത്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ ഓഫ് ദാറ്റ് പാത്ത് കണ്ടുപിടിച്ചിട്ട് അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 110 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? കോസ്റ്റ് കിട്ടുക. പക്ഷെ നമുക്ക് അതിന് ആദ്യം എന്ത് വേണം? ഏരിയ ഓഫ് ദ പാത്ത് അറിയണം. ഏരിയ ഓഫ് ദ പാത്ത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളപ്പോ ഒന്ന് വരച്ചു നോക്കുക. ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് വരച്ചു നോക്കണം. സർക്കിൾ ഷേപ്പിലുള്ള ഒരു പാർക്ക് ഉണ്ട്, അതിന് ചുറ്റും സർക്കിൾ ഷേപ്പിലൊരു പാത്ത് ഉണ്ട്. അപ്പൊ അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. 7 സെന്റിമീറ്റർ ഡയാമീറ്റർ, 0.7 മീറ്റർ ആണ്. 0.7 മീറ്റർ ഉള്ള ഒരു പാത്ത് ഉണ്ട്. അപ്പൊ ഇത് രണ്ട് സർക്കിൾസ് ആണെന്ന് ക്ലിയർ ആണല്ലോ നമുക്ക്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇടയിലുള്ള ഏരിയ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? സിമ്പിളേ ഉള്ളൂ. അതായത് വലിയൊരു സർക്കിളിന്റെ ഏരിയയിൽ നിന്ന് ഈ ചെറിയ സർക്കിളിന്റെ ഏരിയ മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കിട്ടുന്ന ഏരിയ എന്തായിരിക്കും? പാത്തിന്റെ ഏരിയ ആയിരിക്കും. അപ്പൊ ഞാന് ഈ വലിയ സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് റേഡിയസ് എന്തായിരിക്കും? ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് റേഡിയസ് അറിയണം അല്ലെ? πr² ആണ് നമ്മുടെ സർക്കിളിന്റെ ഏരിയ. അത് നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് വേണം? റേഡിയസ് കണ്ടുപിടിക്കണം. അപ്പൊ രണ്ട് സർക്കിളിന്റെയും റേഡിയസ് ആദ്യം ഒന്ന് കണ്ടുപിടിക്കാം അല്ലെ? റേഡിയസ് ഓഫ് സ്മോൾ സർക്കിൾ, റേഡിയസ് ഓഫ് പാർക്ക്. റേഡിയസ് ഓഫ് പാർക്ക് എന്തായിരിക്കും? നമുക്ക് തന്നിരിക്കുന്നത് ഡയാമീറ്റർ ആണ് അല്ലെ? 7 മീറ്റർ ഡയാമീറ്റർ ആണ്. മീറ്റർ ആണ് കേട്ടോ. 7 മീറ്റർ ഡയാമീറ്റർ തന്നിട്ടുണ്ട് അല്ലെ? 7 മീറ്റർ ഡയാമീറ്റർ എന്ന് പറയുമ്പോൾ റേഡിയസ് എന്തായിരിക്കും? 7/2 = 3.5 മീറ്റർ വരും. ഓക്കെ, ഇനി റേഡിയസ് ഓഫ് പാർക്ക് വിത്ത് വിഡ്ത്ത് കൂടി ചേർത്തിട്ടുള്ള റേഡിയസ് എന്തായിട്ട് വരും? നമുക്ക് 3.5 ആണ് അല്ലെ? അതിന്റെ കൂടെ എന്ത് വരും? 0.7 മീറ്റർ കൂടി വരും. അപ്പൊ അതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പൊ 5 + 7 എന്ത് വരും? 2 വരും. ബാക്കി 4.2 മീറ്റർ ആണ് എന്ത് വരുന്നത്? ടോട്ടൽ റേഡിയസ് വരാം. അപ്പൊ നമ്മൾ ആദ്യത്തെ റേഡിയസിന് നമുക്ക് R1 എന്നെടുക്കാം. ഇത് എന്തെടുക്കാം? R2 എന്നെടുക്കാം. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? റേഡിയസ് ഓഫ്, നമുക്ക് രണ്ട് ഇന്നത്തിന്റെ റേഡിയസ് കിട്ടി അല്ലെ? ഇനി നമുക്ക് കിട്ടേണ്ട പാത്തിന്റെ ഏരിയ. ഏരിയ ഓഫ് പാത്ത്. ഏരിയ ഓഫ് പാത്ത് എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് എന്താണ്? പാത്ത് വിത്ത് വിഡ്ത്ത് മൈനസ് ഏരിയ ഓഫ് പാർക്ക്. ഇതല്ലേ നമ്മൾ പറഞ്ഞത് അല്ലെ? ഏരിയ ഓഫ് പാർക്കും, അതായത് ആ വലിയ സർക്കിളിൽ നിന്ന് ചെറിയ സർക്കിൾ മൈനസ് ചെയ്യണം. അപ്പൊ വലിയ സർക്കിൾ എന്താ? പാർക്ക് വിത്ത് വിഡ്ത്താണ്. അതിൽ നിന്ന് ചെറിയ സർക്കിളായ പാർക്കിന്റെ ഏരിയ മൈനസ് ചെയ്ത് നമുക്ക് വിഡ്ത്തിന്റെ മാത്രമായിട്ട് ഏരിയ കിട്ടും. അപ്പൊ നമുക്ക് ഇതൊന്ന് മാത്തമാറ്റിക്കലി എഴുതാം. ഏരിയ ഓഫ് പാർക്ക് വിത്ത് വിഡ്ത്ത് എന്താ വരുന്നത്? പൈ. നമ്മൾ എന്താ ഇട്ടേക്കുന്നത്? R2 ആണ് അല്ലെ? പാർക്കിന്റെ റേഡിയസ് R2 സ്ക്വയർ മൈനസ് ഇവിടെ എന്ത് വരും? പൈ. ഏരിയ ഓഫ് ദി പാർക്ക് എന്താണ്? R1 സ്ക്വയർ വരും അല്ലെ? ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പൈ ഇൻറ്റു R എന്ന് പറയുന്നത് നമുക്ക് കോമൺ എടുക്കുകയാണെങ്കിൽ R2 സ്ക്വയർ എന്ന് പറയുന്നത് 4.2 ഹോൾ സ്ക്വയർ മൈനസ് എന്ത് വരും? നമുക്ക് പാർക്ക് വിത്ത് റേഡിയസ് 3.5 ഹോൾ സ്ക്വയർ വരും കേട്ടോ.
അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 4.2 ഒക്കെ സ്ക്വയർ ചെയ്യാൻ ബുദ്ധിമുട്ടാവും അല്ലെ, നമുക്ക് അറിയില്ല. 4ന്റെ ആണ് നമുക്ക് 16 എഴുതാറുണ്ട്. 4.2 എന്ത് എഴുതണം, കറക്റ്റ് ആയി കണ്ടുപിടിക്കണം. നിങ്ങൾ 42 into 42 ചെയ്യാം. 2 into 2 4, 2 into 4 8, 4 into 2 8, 4 into 4 16 വരും. ഒക്കെ 4 വരും. ഇവിടെ 8 into 8, 8 plus 8 16, 7, 17.64 ആണ് ആൻസർ വരുന്നത്. എങ്ങനെ കിട്ടുന്നത്, നിങ്ങൾ ഇതിന്റെ 4.42ന്റെ സ്ക്വയർ കണ്ടുപിടിച്ച് അതിൽ 2 പ്ലേസ് പോയിന്റ് മാറ്റിയാൽ മതി. ഓക്കെ, കഴിഞ്ഞ് കുത്തിട്ടാൽ മതി. അപ്പൊ എന്ത് വരും, നമുക്ക് ആൻസർ കിട്ടുന്നത് 17.64 ആണ്. അതുപോലെ നമുക്ക് 3.5ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. 3യുടെ സ്ക്വയർ 9 ആണെന്നറിയാം അല്ലെ. 3.5ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ 35 into 35 കാഴ്ച ചെയ്യാം. എന്നിട്ട് പോയിന്റ് നീക്കാം. റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 2 ഡിജിറ്റ് പോയിന്റ് നീക്കാം. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ 35 into 35 ഒന്ന് ചെയ്ത് നോക്കാം. പോയിന്റ് നീക്കുമ്പോൾ 12.25 ആണ് നമുക്ക് ആൻസർ. ഇനി നമുക്കിത് മൈനസ് ചെയ്യണം. എങ്ങനെ മൈനസ് ചെയ്യാം, 17.64 മൈനസ് പോയിന്റ് ഒരേ പ്ലേസിൽ ഇടണം കേട്ടോ. 12.25 ഒരേ പോയിന്റിൽ പോയിന്റ് ഇടണം. ഓക്കെ, അപ്പൊ ഇവിടെ 9 വരും, ഇവിടെ എന്ത് വരും, 3 വരും. ബാക്കി പോയിന്റ് അതേ പ്ലേസിൽ തന്നെ വരും. പിന്നെ ഇവിടെ എന്ത് വരും, 5 വരും അല്ലെ. 5.39 into പൈ ആണ് നമുക്ക് വരുന്നത് അല്ലെ. അപ്പൊ പൈന്റെ വാല്യൂ ഇട്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. 5.39 into 3.14. 5.39 into 3.14 എങ്ങനെ ചെയ്യും, സെയിം മെത്തേഡ്. 539 പോയിന്റ് ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്യാം. 539 into 340 മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ എന്നിട്ട് എത്ര പോയിന്റ് നീക്കണം, ഇവിടെ എത്ര ഡിജിറ്റ് കഴിഞ്ഞിട്ടാ, ഇവിടെ 2 ഡിജിറ്റും ഇവിടെ 2 ഡിജിറ്റും. ടോട്ടൽ മൾട്ടിപ്ലൈ ചെയ്തതിൽ നിന്ന് 4 ഡിജിറ്റ് നീക്കിയിട്ട് വേണം എന്ത് വേണം, പോയിന്റ് ഇടാൻ. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അല്ലെ. രണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് 2 പോയിന്റ് നീക്കുമ്പോൾ നമുക്ക് എന്താ വരുന്നത്, 16.9246 സ്ക്വയർ മീറ്റർ ആണ് വരുന്നത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. നമുക്ക് എന്താ ആൻസർ കിട്ടിയത്, 16.9246. നമുക്ക് 16.92 മതി അല്ലെ. 16.92 സ്ക്വയർ മീറ്റർ വരും അല്ലെ. നമുക്കറിയാം 1 മീറ്ററിന്. ദെൻ കോസ്റ്റ് എത്രയായിരിക്കും, സിമെന്റിങ് ദ പാത്ത് എത്ര വരിക, നമുക്ക് 1 സ്ക്വയർ മീറ്ററിന് എത്രയാന്ന് പറഞ്ഞിട്ട് 1 ടൺ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന എത്രയാ, 16.92 സ്ക്വയർ. അപ്പൊ അത് ഇൻറ്റു 1 ടൺ ചെയ്യാം, അത്രേ ഉള്ളൂ അല്ലെ. അതൊന്ന് ചെയ്യാം. അതായത് 16.92 into 11 ചെയ്തിട്ട് ചെയ്യാം. നമുക്കിതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 16.92 into 110. അപ്പൊ നമ്മൾ അതിൽ 110ന്റെ 0 എടുക്കുന്നില്ല, പോയിന്റ് എടുക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും, 1692 ആയിട്ട് എടുക്കുക. ഇൻറ്റു 11 ചെയ്യാം. ഓക്കെ, 2961 വരും. 2961 വരും. ഇതൊന്ന് ആഡ് ചെയ്യുക. 2 11 10 plus 16 വരും. 7 8 വരും. 1 വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ ഈ 0 ഈ ആൻസറിൽ ആഡ് ചെയ്യണം. അതുപോലെ 2 ഡിജിറ്റ് നീക്കിയിട്ട് പോയിന്റ് ഇടുക. അതിവിടെ 0 ഇട്ടതിന് ശേഷം 2 ഡിജിറ്റ് നീക്കിയിട്ട് പോയിന്റ് ഇടുക. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ് വരുന്നത്, 1861.20 rupees ആണ് നമ്മുടെ ആൻസർ വരുന്നത്. 1861.20 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ക്ലിയർ ആണെന്ന് വരുന്നു. സ്റ്റെപ്പ് വളരെ എളുപ്പമാണ്. അതായത് നമുക്ക് വലിയ സർക്കിളിന് ചെറിയ സർക്കിളിന്റെ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈനിങ് ആ സ്പേസിന്റെ ഏരിയ കിട്ടും. ആ ഏരിയ കണ്ടുപിടിച്ചിട്ട് നമുക്ക് എത്രയാണ് കോസ്റ്റ് എന്നത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിലൊരു ബുദ്ധിമുട്ടുള്ള കാര്യം ഈ മൾട്ടിപ്ലിക്കേഷൻസ് ഒക്കെ കറക്റ്റായി വരണം എന്ന് മാത്രം. തെറ്റിക്കാതെ ചെയ്യണം. പോയിന്റ് ഇടുന്നതും അതുപോലെ തന്നെ 0 ആഡ് ചെയ്യേണ്ടതും ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കൃത്യമായിട്ട് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് വേണം, ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടാവണം. വായിച്ചു പഠിച്ചു പോയത്. ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്തരം ക്വസ്റ്റ്യൻസ് വളരെ കോമൺ ആയിട്ട് വരുന്നതുമാണ്. ചെയ്ത് നോക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ചെയ്ത നമ്മുടെ 2 മെത്തേഡുള്ള പ്രോബ്ലംസും വർക്കൗട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ പുതിയ കുറെ ക്വസ്റ്റ്യൻസുമായി വീണ്ടും കാണാം. താങ്ക് യു.